ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബീൻസ് തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബീൻസ് വാലും തലയും ഒക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബീൻസ് ഏകദേശം 200 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 സവാളയാണ്. അതും തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തോരന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലാണ് ജീരകം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് 2ആയിട്ടൊന്ന് മുറിച്ച് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ ബീൻസും ചെറുതായി അരിഞ്ഞെടുത്ത ആ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഈ തോരനിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ആവിയിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഒരു 2-3 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബീൻസും ഉള്ളിയും ഒക്കെ പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും. മീഡിയം ഫ്ലെയിമിലേക്കാക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതിൽ ഊറി വന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഈ തോരന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ പകുതി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ ചതച്ച് വെച്ച അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.